നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ വെറുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ദയനീയമാക്കി മാറ്റിയിട്ടുണ്ടായിരിക്കും. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്വയം വെറുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ വെറുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കാനായി നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ സ്വയം വെറുക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള ആദ്യത്തെ പോയിന്റ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. നിരന്തരം സ്വയം വിമർശിക്കുകയും സ്വയം താഴ്ത്തുകയും ചെയ്യുന്ന പെരുമാറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ അത്തരം പെരുമാറ്റങ്ങളെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. ഇത് നിങ്ങളെ സ്വയം വെറുക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, സ്വയം നിങ്ങളെക്കുറിച്ച് ഞാനൊരു വലിയ മണ്ടനാണെന്നും ഞാൻ എപ്പോഴും കാര്യങ്ങൾ കുഴപ്പത്തിലാക്കുന്നു അല്ലെങ്കിൽ ഞാനൊരു വിലകെട്ടവനാണ് തുടങ്ങിയ ചിന്തകളെല്ലാം ഇതിൽ ഉൾപ്പെട്ടേക്കാം. ജോലി സ്ഥലത്ത് നിങ്ങളൊരു ചെറിയ തെറ്റ് വരുത്തുകയാണെങ്കിൽ അതൊരു ലളിതമായ പിശകായി അംഗീകരിക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം പരുഷമായി ശകാരിക്കുകയും നിങ്ങൾ കഴിവുകെട്ടവനാണെന്ന വിശ്വാസം ആന്തരികമായി വളർത്തിയെടുക്കുകയും ചെയ്യും. രണ്ടാമത്തേതാണ് ലോ സെൽഫ് എസ്റ്റീം. നിങ്ങൾ എന്ത് ചെയ്താലും അത് നല്ലതല്ലെന്നോ അത് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഒന്നാണെന്നോ സ്വയം വിശ്വസിക്കുന്ന ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ കഴിവുകളിലും വിശ്വാസങ്ങളിലും നിങ്ങളുടെ ചിന്തകളിലുമെല്ലാം നിങ്ങൾ ഏത് രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്താലും എന്തെല്ലാം ചെയ്താലും ഇതിലെല്ലാം തീരെ ക്വാളിറ്റി ഇല്ലെന്നും ഇതെല്ലാം യോഗ്യതയില്ലാത്ത കാര്യങ്ങളാണെന്നും സ്വയം വിശ്വസിക്കുന്ന രീതി മനസ്സിലാക്കാനായി ശ്രമിക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുമായി കമ്പയറിംഗ് ചെയ്യുന്നതും അതുവഴി പല കാര്യങ്ങളിലും നിങ്ങൾ പുറകിലാണെന്നും നിങ്ങൾ പരാജയമാണെന്നും നിങ്ങൾക്ക് തോന്നിയേക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നേടിയിട്ടില്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും നേടുന്നതായി നിങ്ങൾ കാണുകയാണെങ്കിൽ എനിക്കതൊരിക്കലും നേടിയെടുക്കാനായി സാധിക്കില്ല, അതിനുള്ള യാതൊരു കഴിവും യോഗ്യതയും എനിക്കില്ല, ഇത്തരത്തിലുള്ള ചിന്താഗതികളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. മൂന്നാമത്തേതാണ് അവോയ്ഡൻസ് ഓഫ് സെൽഫ് കെയർ. നിങ്ങൾ നിങ്ങളുടെ ശാരീരികമോ മാനസികമോ വൈകാരികമോ ആയ ക്ഷേമത്തെ അവഗണിക്കുന്ന രീതി. കുളിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ഒഴിവാക്കുക അല്ലെങ്കിൽ അതെല്ലാം അവഗണിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് അമിത ഭാരവും സമ്മർദ്ദവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ പോഷണത്തിനും വിശ്രമത്തിനുമുള്ള ആവശ്യകതയെ അവഗണിച്ച് ഭക്ഷണം ഒഴിവാക്കുകയോ വൈകി ഉണരുകയോ ചെയ്യാം. സോ ഇത്തരത്തിൽ നിങ്ങളുടെ പല കാര്യങ്ങളെയും അവഗണിക്കുന്ന രീതിയെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. നമ്പർ 4, ഐസൊലേറ്റിംഗ് യുവർ സെൽഫ്. സാമൂഹിക ഇടപെടലുകളിൽ നിന്നും പിന്മാറുകയോ ആളുകളെ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യുക. ഇത്തരത്തിൽ സാമൂഹികപരമായി ഇടപഴകാൻ തനിക്ക് സാധിക്കില്ല എന്നും മറ്റുള്ളവർക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാനോ ഇഷ്ടപ്പെടാനോ അംഗീകരിക്കാനോ കഴിയില്ല എന്നുള്ള വിശ്വാസം പിന്തുണയ്ക്കായി സുഹൃത്തുക്കളുമായോ പ്രിയപ്പെട്ടവരുമായോ എത്തുന്നതിന് പകരം നിങ്ങൾ സ്വയം പിൻവാങ്ങുകയും ഒറ്റപ്പെടുകയും ചെയ്തേക്കാം. ഉദാഹരണത്തിന്, സാമൂഹിക പരിപാടികളിലേക്കുള്ള ക്ഷണങ്ങൾ നിരസിക്കുകയും നിങ്ങളുടെ അടുത്ത് ആരും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ട് ദീർഘനേരം ഒറ്റയ്ക്ക് ചിലവഴിക്കുകയും ചെയ്യാം. സോ ഇത്തരത്തിൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്നും ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്നും വിശ്വസിച്ച് സ്വയം ഏകാന്തത അനുഭവിക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ പിന്തുണയ്ക്കാൻ വരികയാണെങ്കിലും അവരെ ഒഴിവുകഴിവുകൾ പറഞ്ഞ് തള്ളിക്കളയുകയോ അവഗണിക്കുകയോ ചെയ്തേക്കാം. ഇത്തരത്തിൽ കാലക്രമേണ നിങ്ങളുടെ ഏകാന്തത, ഒറ്റപ്പെടൽ ആഴത്തിലാവുകയും നിങ്ങൾ സ്നേഹത്തിനും പിന്തുണയ്ക്കും യാതൊരു രീതിയിലും യോഗ്യനല്ലെന്ന് സ്വയം ബോധ്യപ്പെടുകയും ചെയ്യുന്നു. സോ ഇത്തരത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിലും യോഗ്യനല്ലെന്ന വിശ്വാസം നിങ്ങളെ സ്വയം വെറുക്കാനായി പഠിപ്പിക്കുന്നു. അഞ്ചാമത്തേതാണ് പെർഫെക്ഷനിസം. നിങ്ങൾ നിങ്ങൾക്കായി അസാധ്യമായ ഉയർന്ന ചിന്താഗതികൾ, നിലവാരങ്ങൾ സ്ഥാപിക്കുകയും നിങ്ങൾക്കത് പാലിക്കാൻ സാധിക്കാതെ വരുമ്പോൾ സ്വയം ഒരു പരാജയമാണെന്ന് ചിന്തിക്കുകയും ചെയ്യുക. അക്കാദമിക്, ജോലി അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിങ്ങൾ അമിതമായി ഉയർന്ന നിലവാരം പുലർത്തുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു പരീക്ഷയിൽ 95% ലഭിച്ചാൽ നിങ്ങളുടെ നേട്ടം ആഘോഷിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നഷ്ടമായ 5%-നെക്കുറിച്ച് ഓർക്കുകയും പരാജയമാണെന്ന് തോന്നുകയും ചെയ്യും. സോ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും 100% പെർഫെക്ഷൻ നോക്കി ജീവിക്കുകയും അത് ലഭിക്കാതെ പോകുമ്പോൾ വളരെയധികം സങ്കടപ്പെടുകയും ചെയ്യുന്നത്. നമ്പർ 6, സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കൽ പോലുള്ള ഹാനികരമായ ശീലങ്ങളിലോ പ്രവൃത്തികളിലോ ഏർപ്പെടുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അത്തരം വേദനകൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നതിനുള്ള മാർഗമായി നിങ്ങൾ മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ തിരിഞ്ഞേക്കാം, സ്വയം വേദനിപ്പിച്ചേക്കാം. നമ്പർ 7, ഡിഫിക്കൽറ്റി അക്സെപ്റ്റിംഗ് കോംപ്ലിമെന്റ്സ് ഓർ പ്രൈസ്. മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അതിനെ സ്വീകരിക്കാനും അതിനെ അംഗീകരിക്കാനുമുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നല്ല ശ്രദ്ധയോ അംഗീകാരമോ ഞാൻ അർഹിക്കുന്നില്ല എന്ന തോന്നലിൻ്റെ കാരണങ്ങളാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ അഭിനന്ദനങ്ങൾ വ്യതിചലിപ്പിക്കുകയോ താഴ്ത്തുകയോ ചെയ്യാം. അസ്വസ്ഥതയോ നല്ല ശ്രദ്ധയ്ക്ക് യോഗ്യനല്ലെന്നോ തോന്നാം. ഉദാഹരണത്തിന്, ആരെങ്കിലും നിങ്ങളുടെ രൂപത്തെ അഭിനന്ദിക്കുകയാണെങ്കിൽ താങ്ക്സ് എന്ന് പറയുന്നതിന് പകരം ഞാൻ അത്രയ്ക്കൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നാറില്ല എന്ന രീതിയിലെല്ലാം പ്രതികരിച്ചേക്കാം. സ്വയം വെറുക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയെല്ലാം ഭാഗമാകുന്നു എന്നതിനെക്കുറിച്ചുള്ള ചില കാരണങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പറഞ്ഞത്. ഈ പാറ്റേണുകൾ തിരിച്ചറിയുന്നത് നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും മറികടക്കാനുമുള്ളതിൻ്റെ ആദ്യ പടികളാണ്.